ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പെട്ടെന്നുണ്ടായിരുന്ന തീരുമാനമാണ് നമുക്കൊന്ന് പുറത്ത് പോകാന്നുള്ളത്. അപ്പോഴാ സമയം രാവിലെ 6:16. അപ്പോൾ ഞാനിത് റെഡിയായി. ഉണ്ണി ഇത് അവിടെ കിടന്ന് ഉറങ്ങുന്നു. അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ചേട്ടനത് പല്ലേക്കുന്നുണ്ട്, റെഡിയാവാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പെട്ടെന്നൊരു പ്ലാനിട്ടാണ് നമുക്ക് ട്രിപ്പ് പോകാന്നുള്ളത്. ഉണ്ണിയുടെ അന്വേഷണം ഞങ്ങൾ എങ്ങോട്ടേക്കും അങ്ങനെ പോയിട്ടില്ല ഉച്ചയ്ക്ക്. ഒന്നല്ലെങ്കിൽ ബാലൻസ് ഉണ്ടാവാറുണ്ട്. അത് ഉണ്ണിയുടെ ചോറൂണിനൊക്കെയാണ് അങ്ങനെ ദൂരേക്കൊക്കെ പോയിട്ടുള്ളത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ ചകടത്തുമ്പേ നമുക്കൊന്ന് പുറത്ത് പോവാം. അപ്പം എന്തൊക്കെ ആയി തീരുന്നറിയില്ല. അവൻ്റെ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. പോവാം. നമ്മൾ പോകണോ? അപ്പോൾ ഞങ്ങൾ സെറ്റായിട്ട് പുറത്തേക്ക് ഇറങ്ങി. രാവിലെ 6:15 എണീറ്റെങ്കിൽ കൂടി അല്ല സെറ്റായെങ്കിൽ കൂടി, പക്ഷേ ഇറങ്ങുമ്പോഴത്തേനൊരു 7 മണിയൊക്കെ ആയിരുന്നു. ഉണ്ണിയുടെ എല്ലാം ഇതൊക്കെ പാക്ക് ചെയ്തിട്ട്. പിന്നെ ഈ വഴി കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തായിരുന്നേ. കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ആദ്യം ഫോട്ടോസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ പോകുന്ന അതിരപ്പള്ളി വാഴച്ചാലിക്കാണ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് കാണാമല്ലോ. ഞങ്ങളിവിടുന്ന് കുറച്ചേ ഉള്ളൂ, 2.5-2.75 മണിക്കൂറേ ഉള്ളൂ. കുറച്ചെന്ന് പറയാൻ അങ്ങനെയല്ല, എന്നാലും ഞങ്ങൾ കൂടുതൽ ലോങ്ങൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് അപേക്ഷിച്ചത് കുറച്ചാണ്. പിന്നെ ഉണ്ണി ഉണ്ടായതിന് ശേഷം ആദ്യമായിട്ടാണല്ലോ അങ്ങനെ പോകുന്നത്. അതിനൊരു ടെൻഷൻ നന്നായിട്ടുണ്ടായിരുന്നു. അവനെങ്ങനെയായിരിക്കും, കോപ്പറേറ്റ് ചെയ്യുമോ, അവന് ഭയങ്കര വാശി കാണിക്കുമോ എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ പോകുന്ന പറഞ്ഞാൽ നമ്മുടെ ചേറ്റുവ ഭാഗമാണ്. ഇത് കുറേ കാലമായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഈ ഭാഗത്തേക്ക്. ഇതിന് മുന്നേ കുറേ ഓർമ്മകളൊക്കെ ഉണ്ട് ഈ ചേറ്റുവ ഭാഗം, തൃപ്രയാറ് ഭാഗം ഒക്കെ ഞാൻ പറയാം. ഈ ചേറ്റുവയിൽ ഞാൻ അങ്ങനെ ഒരു കഥ പണ്ടിങ്ങനെ കേട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ചേട്ടനും ചേച്ചിയും ലവേഴ്സ് ഇങ്ങനെ കൈയും കെട്ടിയിട്ട് ഒരുമിച്ച് ചാടിയിട്ടുണ്ട് എന്നൊക്കെ. കഥയായിരിക്കും എന്നറിയില്ല. പിന്നെ തൃപ്രയർ ഞാൻ പറഞ്ഞില്ലേ കുറേ ഓർമ്മകളുണ്ടെന്ന്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ +1 +2 പഠിക്കുന്ന സമയത്താണ് എൻ്റെ അനിയൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു അനിയനുണ്ട്. അനിയന് വയ്യാത്ത ഒരാളാണ്, MR ഉണ്ട് അവന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ അങ്ങനെ ഓരോ സ്കൂളിലേക്ക് മാറ്റിയിട്ട് കുറേ കാലമായിട്ട് അങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഞാൻ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിരുന്ന സ്ഥലമാണ് ഇവിടെ ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. അതാണ് ഞാൻ കാണിച്ചത്. ഈ അയ്യപ്പൻ്റെ അമ്പലം അതൊരു കഥയാണ്, അത് ഞാൻ പറയാം. അപ്പോൾ ആദ്യം അനിയൻ്റെ കാര്യം പറയാം. അപ്പോൾ ഞങ്ങളുടെ ഇടമുട്ടത്ത് ഒരു ഫ്ലാറ്റ് എടുത്തിട്ടാണ് താമസിച്ചിരുന്നത്. നല്ല അടിപൊളി സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ അവർ 2-3 വർഷം അവരുണ്ടായിരുന്നു. ഞാൻ +1 +2 നാട്ടിലായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ വെക്കേഷനിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകുമായിരുന്നു. പിന്നെ അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ ഹസ്ബൻഡ് ലവ് മാരേജ് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ പ്രേമിക്കുന്ന സമയത്ത് ഇങ്ങനെ നേർന്നായിരുന്നു. കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം എന്നുള്ളത്. കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾ കുറേ കാലത്തിന് അങ്ങോട്ട് പോയില്ല. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് വെറും സ്വപ്നം കാണില്ല, ഇങ്ങനെ പുലി പിടിക്കും. അപ്പോൾ ഞാൻ ആലോചിക്കും എന്താ ഈ പുലി പിടിക്കണം അങ്ങനെ കാണുന്നത്. പിന്നെ ഈ പുലി അയ്യപ്പൻ്റെ തമ്മിലൊരു കണക്ഷൻ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച അതായിരിക്കും. ശരിക്കും അതായിരുന്നു തോന്നുന്നു. കാരണം പിന്നെ ഞാൻ അങ്ങോട്ട് പോയി, ഹസ്ബൻഡിനായിട്ട് പോയി വന്നതിന് ശേഷം പിന്നെ ആ സ്വപ്നം കണ്ടിട്ടേ ഇല്ല. ഈ കാണുന്നതാണ് ഫ്ലാറ്റ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അതിൽ സെക്കൻഡ് ഫ്ലോറിലെ 2ാമത്തെ ബിൽഡിങ്ങിലായിരുന്നു. സെക്കൻഡ് ഫ്ലോറിൽ 2ാമത്തെ റൂമിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. പിന്നെ ഇത് സെൻറ്റ് ആനീസ് കോൺവെൻറ്റ്, അവിടെ അനിയത്തിനെ അവിടെ ചേർത്തുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ കുറേ ഞങ്ങൾ പോയി ഒരു SM ഹോട്ടൽസ് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോഴാണ് കഴിച്ചത്. പിന്നെ അങ്ങനെ പോകുന്ന വഴിയാണല്ലോ നമ്മൾ ഡ്രീം വേൾഡ്, സിൽവർ സ്റ്റോം ഒക്കെ ഉള്ളത്. അപ്പോൾ ഡ്രീം വേൾഡ് ഉണ്ട്. അപ്പോൾ ഞാൻ അതായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. ഞാൻ ഞാൻ GTECൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടർ കോഴ്സ്. ആ സമയത്ത് അവിടുന്ന് ടൂർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണി എഴുന്നേറ്റ് അവന് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറില്ല, അവിടെ നിന്ന് അവന് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം പിന്നെ ആൾ നല്ല ഉഷാറായി. പിന്നെ അവനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. നല്ല കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടി. കണ്ടില്ലേ ആ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ഹമ്പ് ചെയ്തപ്പോൾ അവൻ ഞെട്ടിയതാണ്. ഭയങ്കര പേടിത്തൊണ്ടനാണ്. എനിക്ക് ഈ ക്ലിപ്പ് നല്ല ഇഷ്ടമായി. അത് കാരണം ഞാൻ ഇവിടെ ഇട്ടത്. അവൻ്റെ മുടി കണ്ടില്ലേ, കോലാപ്പി മുടി. എവിടെ ചെന്നാലും എല്ലാവരും നോട്ടീസ് ചെയ്യുന്ന അവൻ്റെ മുടി ആദ്യം. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ സ്ലോ മോഷനിലൊക്കെ തന്നെ എടുത്താണ്. അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഞാൻ അവൻ്റെ പോളിയോ കഥ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അന്ന് പോളിയോ എടുക്കാൻ പോയപ്പോൾ നേഴ്സ് പറഞ്ഞാൽ ഇത് എന്ത് മുടിയാടാന്ന്. കാരണം എൻ്റെ ചുരുണ്ട മുടിയാണേ, ഹസ്ബൻഡിൻ്റെ ചുരുണ്ട മുടിയാണ്. ഇത് ആരുടെ മുടിയാണാവോ, കുടുംബത്തിൽ ആരും എൻ്റെ അനിയനും ഇങ്ങനത്തെ തലമുടിയാണ്, അതായിരിക്കും. അപ്പോൾ ആ തലമുടിയെ തോന്നുന്നു ഇത്. പിന്നെ ഇങ്ങനെ പോകുന്ന വഴിയൊക്കെ ഞാൻ അങ്ങനെ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. കുറേ ജാതിക്ക മരങ്ങൾ ആ ഭാഗത്ത് കൂടുതൽ അങ്ങനെ തോന്നണു. പിന്നെ ഈ ഒരു ഭാഗം എനിക്ക് കണ്ടപ്പോൾ തന്നെ നല്ല തണുപ്പൊക്കെ അടിച്ച് ഇങ്ങനെ പറയായിരുന്നു, ഇവിടെ എന്ത് തണുപ്പാലേ എന്നൊക്കെ. നല്ല മരങ്ങളുള്ള കാരണമായിരിക്കും. പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ അങ്ങനെ ചാറി നമ്മുടെ അവിടെ എന്ന് പറഞ്ഞാലേ ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ ഇവിടെ അങ്ങനെ ചാരി ഇരിക്കാൻ നല്ല രസമുണ്ടായിരുന്നേ.
അങ്ങനെ യാത്ര തുടങ്ങി. നമ്മൾ പോകുന്ന കുറേ ക്ലിപ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഉള്ളിലോട്ട് കയറുന്ന വെൽക്കം ബോർഡൊന്നും ഞാൻ എടുക്കാനേ മറന്നുപോയി. ആ സമയത്തൊക്കെ ഇവൻ നല്ല വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. വിശന്നിട്ടാ തോന്നുന്നു ഈ ഫീഡിങ് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരുന്നു. ഈ യാത്ര പോകുമ്പോൾ കുട്ടിക്ക് തന്നെ ഫീഡ് ചെയ്യുന്നത് നമ്മളിൻ്റെ ഫോർമുലൊന്നുമല്ലല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എന്നാലും ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അങ്ങനെ നിന്ന് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി പോകുന്ന വഴിക്ക് ഈ ഒരു സംഭവമില്ല, ഇത് എന്തോ ഒരു ഫാമാ തോന്നുന്നു. നല്ല പശുവിൻ്റെ ചാണകത്തിൻ്റെ മണമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കായിരുന്നു അവിടെ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വഴി ഭയങ്കര രസമായിട്ട് പോകാൻ. നമ്മളിങ്ങനെ പതുക്കെ പോയിരുന്നു, ഉണ്ണിയുള്ള കാരണം തന്നെ. അതുകൊണ്ട് തന്നെ എല്ലാം അങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ നല്ല രസമുള്ള വഴിയാണ്. ഇതെന്തോ ഒരു പനയൊക്കെ തോന്നുന്നു. അതിൻ്റെ മേലെ ഒരു കുരുകുരുള്ള ഒരു കായൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആന കഴിക്കുന്നൊക്കെ പറയണ കേൾക്കാം. ഈ ഭാഗത്ത് ഞാൻ പണ്ട് കുറേ വീഡിയോസിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, കുറേ ആനകളൊക്കെ ഇറങ്ങി വരുന്ന സ്ഥലമാണെന്നുള്ളത്. ഞങ്ങൾ പോയപ്പോൾ ഒരു ആന പോയിട്ട് ആന പിണ്ടം പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആനേനൊക്കെ കാണാൻ പറ്റുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ പണ്ട് അതിരപ്പള്ളി വന്നിട്ടുണ്ട്, ഉണ്ടാവണക്കാട്ടി മുന്നേ. അപ്പോൾ ആ സമയത്ത് അങ്ങോട്ടൊക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വെള്ളത്തേക്കല്ല കേട്ടോ, ആ ഭാഗത്തേക്ക് തന്നെ കരഭാഗത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം പോയപ്പോൾ അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അതിരപ്പള്ളി റൂട്ടിലേക്കല്ല, ഇതപ്പുറത്ത് ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, ആ കയറുന്ന ഭാഗത്ത്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് വിചാരിച്ചു തോന്നുന്നു പോയിട്ട് എടുക്കാമല്ലോ, നല്ല രസമല്ലേ കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. അവർ രണ്ടാളും അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ അവനെ നോക്കി ഇങ്ങനെ ചിരിക്കുന്ന. അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നു. ഇനി കുറച്ച് ഉള്ളോട്ട് പോകാൻ ഇതാ ഞങ്ങളെത്തി. അവിടെ നിന്ന് ഞങ്ങൾ കരിക്കൊക്കെ മേടിച്ചായിരുന്നു ഉണ്ണിക്ക്. അവൻ നല്ല ഇഷ്ടമാണ്, ഞാൻ പണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ. പിന്നെ പാർക്ക് ചെയ്തു. പിന്നെ ഞാൻ നടന്നു പോകുമ്പോൾ അവൻ്റെ അടുത്ത് കാശിന്ന് ചിരിച്ചിടാന്ന് പറഞ്ഞപ്പോൾ അവൻ ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര റെസ്പോൺസൊക്കെ തരുന്നുണ്ട് ആൾ. അത് കാരണം തന്നെ കുഴപ്പമില്ല. പിന്നെ ഈ തലയിലെ ക്യാപ്പില്ലേ, ഞാൻ വെച്ചു കൊടുത്താൽ അവൻ തീരെ ഊരത്തില്ല. ഞാൻ ചില മക്കളെ കണ്ടിട്ട് ഇങ്ങനെ വെച്ചാൽ അങ്ങനെ വലിച്ചെടുക്കണതൊക്കെ. അവനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവൻ അങ്ങനെ ഫുൾ എൻജോയ് ചെയ്തില്ല, എല്ലാ കാര്യങ്ങളും നോക്കി നമ്മുടെ കുരങ്ങന്മാരെയൊക്കെ നോക്കി അങ്ങനെ നടക്കുമായിരുന്നേ. പിന്നെ കുരങ്ങന്മാർ നല്ല കുറവായിരുന്നു ഇവിടെ തോന്നുന്നു. കാരണം പണ്ടൊക്കെ ഞങ്ങൾ വരുമ്പോൾ തോനെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് പിന്നെ ഉണ്ണിക്ക് അവിടെ നിന്ന് ഞാൻ ഒന്ന് ഫീഡ് ചെയ്തായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ ഏട്ടവൻ ഇതൊരു വലിയ ഉപകാരം ചെയ്തിട്ടാ. കാരണം അവൻ എൻ്റെ അടുത്ത് മാത്രം അങ്ങനെ അട്ടൊട്ടിയ പോലെ ഇരുന്ന് തീരെ ആരുടെ അടുത്തേക്ക് ഇപ്പോൾ പോയില്ല. ഇപ്പോൾ അമ്മക്കുട്ടി മാത്രമായിരിക്കണം. പിന്നെ ഏട്ടനെ വലിച്ചു കൊണ്ടുപോയി. അപ്പോൾ അവളുള്ള കാരണം തന്നെ കുറച്ച് നേരം അവനെടുക്കും, ഞാൻ എടുക്കും, അങ്ങനെ മാറി മാറി. അങ്ങനെ ഇത് ഞങ്ങൾ ഇങ്ങോട്ട് എത്തി. താഴത്തേക്ക് ഭാഗത്തേക്കൊക്കെ പോവാം, പക്ഷെ ഞങ്ങൾ പോയില്ല. ഉണ്ണിനായിട്ട് ക്യാരി ചെയ്ത് നടക്കുന്നത് എളുപ്പമല്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് വാഴാച്ചാൽ പോയിട്ട് വരുന്ന വഴിക്ക് ഇനി ഇറങ്ങാം, അപ്പോൾ കയറാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പിന്നെ നടന്നൊന്നുമില്ല. അപ്പോൾ ഇതാ വെള്ളം നല്ല കുറവായിരുന്നു, മഴക്കാലമല്ലോ, അത് കാരണം തന്നെ വെള്ളം നല്ല കുറവായിരുന്നു. അത് കാരണം തന്നെ അവിടെ പോയി കുളിക്കാൻ പറ്റി. ഏട്ടൻ നന്നായി കുളിച്ചായിരുന്നു. കുളിക്കാമെന്ന് ഉദ്ദേശിച്ചത് വീട്ടിൽ നിന്ന് കുളിച്ചിട്ടാണ് പോയത്, അതല്ല. എന്നാലും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കുളിക്കുന്ന കാണുമ്പോൾ ഒരു പൂതിയല്ല അങ്ങനെ ഇറങ്ങാനൊക്കെ. എനിക്കും നല്ല പൂതി ഉണ്ടായിരുന്നു ഇറങ്ങാം, പക്ഷേ അങ്ങനെ ഉണ്ണിയുള്ളതല്ലേ, അപ്പോൾ അങ്ങനെ പറ്റത്തൊന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അവനെങ്ങനെ ഇറക്കിയായിരുന്നു കേട്ടോ. ഞാൻ അവൻ്റെ ട്രൗസറൊക്കെ ഉരുട്ടൊന്ന് വെറുതെ ഇങ്ങനെ ഇറക്കിയായിരുന്നു. പക്ഷെ അവൻ നല്ല ഇഷ്ടപ്പെട്ടു. ഏട്ടൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അവനങ്ങനെ നന്നായി കരഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇറക്കുമ്പോൾ അവന് പേടിയായിട്ട്. അതിൻ്റെ ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഏട്ടൻ അങ്ങനെ വെറുതെ കാലം ഇങ്ങനെ ഇറക്കുമ്പോൾ തന്നെ അവൻ അയ്യോ അമ്മേ എന്നിട്ടുള്ള കരച്ചിലായിരുന്നുണ്ട്. പിന്നെ ഞാൻ ഞാൻ ഇറക്കിയപ്പോൾ അവന് ആൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവൻ ഞങ്ങൾ കുറേ നേരം കരയിലൊക്കെ ഇരുന്ന് തന്നെ കുറച്ച് വെള്ളത്തിൽ കളിച്ചായിരുന്നു. അത് നിർത്തില്ല, അതങ്ങനെയുള്ള അമ്മമാരെപ്പോഴും സേഫ് സോൺ ആകുന്നുണ്ടല്ലേ. പിന്നത്തെ ഞങ്ങൾ ഈ മലയണ്ണാനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ വീഡിയോ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ ബൈ പറഞ്ഞ് പോന്നു. പിന്നെ ഉണ്ണിക്ക് എന്തെങ്കിലും ഒരു കളിപ്പാട്ടം മേടിക്കാമല്ലോ വിചാരിച്ചിട്ട് അത് നോക്കിയായിരുന്നു. പിന്നെ ഒരു മെയിനായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്നിട്ട് സാധനങ്ങൾ മേടിക്കുമ്പോൾ അങ്ങനെ ഒരാൾ പറയുന്നുണ്ടായിരുന്നു ഒരാൾ കാർ ആക്സിഡൻ്റ് ആയിട്ടുണ്ട്, 2 ആംബുലൻസ് പോകണമെന്നും കണ്ടു. അപ്പോൾ അതാ ഇവിടെ ഒരു ഡിവൈഡർ ഉണ്ടായിരുന്നു, അതുമ്പോൾ തട്ടിയിട്ട് ആൾ കാർ തിരിക്കുന്നതിൻ്റെ ഇടയിലാണ് തോന്നുന്നു തട്ടി തെറിപ്പിച്ച് കാറ് കൊക്കേക്ക് വീണായിരുന്നു. അതിലുണ്ടായിരുന്ന ചേച്ചിക്ക് സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് ആയത്, ഒന്നും പറ്റാണ്ടിരിക്കട്ടെ. 8 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു, ഫാമിലി ആയിരുന്നു. അപ്പോൾ ആ അവിടെ ഒരു മരം ഉണ്ടായിരുന്നു, അതിലിടിച്ചിട്ട് തെറിച്ച് പോയതാണിത്. ആൾ പെട്ടെന്ന് സ്പീഡ് കൂട്ടി എന്തുണ്ടായി, നല്ല സീരിയസ് ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നു ചേച്ചിക്ക്. പിന്നെ എന്താണെന്ന് പറഞ്ഞില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നായിരുന്നു. പിന്നെ വാഴച്ചാൽ പോകാണ്ടല്ലോ, അപ്പോൾ പിന്നെ അങ്ങോട്ടേക്കുള്ള യാത്ര തുടർന്നു. പോകുമ്പോൾ ഉണ്ണി നല്ല വാശിയായിരുന്നു, കാരണം ഉച്ചയുണ്ടായിരുന്നു, അവന് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു വാഴച്ചാൽ പോയിട്ട് എന്തെങ്കിലും കൊടുക്കാം, അവിടെ ഒരു ഭാഗത്തിരുന്ന് കൊടുക്കാം. പക്ഷെ കൊടുക്കൽ ടാസ്ക്കാണ്, കാരണം കുരങ്ങന്മാരുള്ള കാരണം തന്നെ നമ്മൾ എന്തെങ്കിലും പുറത്തേക്ക് എടുക്കുമ്പോഴത്തേനും അവർ വരും. അപ്പോൾ അത് കാരണം ശ്രദ്ധിച്ച് കൊടുക്കാനേ പറ്റത്തുള്ളൂ. ഇനി പോകുന്ന വഴിയൊക്കെ നല്ല രസമല്ലേ കാണാൻ, കുഞ്ഞു വഴിയായിട്ട്
ഞങ്ങളിങ്ങനെ പറയുന്നത് അവിടെ ഇങ്ങനെ എല്ലാ ബോർഡിലും അവിടെ ഇങ്ങനെ ഓരോ ബോർഡിലും ഇങ്ങനെ എഴുതിക്കും ആന ഇറങ്ങുന്ന സ്ഥലം എന്നൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കായിരുന്നു ഈ കുന്നും ചെരുവ് പോലുള്ള സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് ആന ഇറങ്ങുക എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഓരോ ബോർഡ്. പിന്നെ പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമുണ്ട് വാഴച്ചാലിക്ക് പോകുന്ന സമയത്ത്. ആ വെള്ളച്ചാട്ടത്തിന് അവിടെ നിന്ന് നിർത്തിയായിരുന്നു. അവിടെ നിന്ന് കുറച്ച് 1-2 ഫോട്ടോസൊക്കെ എടുത്തു. ഇതാ കാണുന്നത് അവിടെ ഒരു ഒരു പാലമൊക്കെ ഉണ്ട്. ആ പാലത്തുമ്മലൊക്കെ കയറാൻ പറ്റും. ഞാൻ കയറിയൊന്നുമില്ല, ഉണ്ണീനെ പിടിച്ച് തന്നെ കയറാണ്ട് വിചാരിച്ചിട്ട്. ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇതിൽ വെള്ളം കുറവാണ്, മഴക്കാലമല്ലല്ലോ, അത് കാരണം തോന്നുന്നു. പണ്ടൊക്കെ ഞങ്ങൾ മഴയുടെ സീസണിലുള്ള സമയത്ത് വന്നിട്ടുള്ള സമയത്ത് നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഞങ്ങൾ വാൽപ്പാറ പോകുന്ന സമയത്ത് ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഉണ്ണി നല്ല ഉറക്കമായി കരഞ്ഞുറങ്ങിയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഫീഡ് ചെയ്തായിരുന്നു. പതുക്കെ വണ്ടിയിൽ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഒന്ന് പതുക്കെ ഫീഡ് ചെയ്തപ്പോൾ ആൾ ഉറങ്ങി. പിന്നെ ഇനി വാഴച്ചാൽ പോയിട്ട് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വെള്ളച്ചാട്ടം, നല്ല തെളിഞ്ഞ വെള്ളം, വൈറ്റ് കളറായിട്ട് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അത് കുറച്ച് നേരമൊക്കെ കണ്ട് ഞങ്ങൾ നിന്നു. പണ്ട് ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ കുറവാണല്ലോ വെള്ളം. പിന്നെ ഞങ്ങൾ വാഴാച്ചാലെത്തി. ഇവിടെ കുറച്ചും കൂടി വെള്ളമുള്ള പോലെ തോന്നി. നമ്മൾ അതിരപ്പള്ളിയിൽ കുറച്ചല്ലേ കണ്ടുള്ളൂ. പിന്നെ അതിരപ്പള്ളിയിൽ മെയിനായിട്ട് ഞങ്ങൾ താഴെ പോയിട്ട് കാണുമ്പോഴേ നമുക്ക് വിഷ്വൽസ് എടുക്കാൻ പറ്റുള്ളൂ. അതൊന്നും പറ്റിയിലെടുക്കാൻ. അപ്പോൾ വാഴച്ചാലിന് അത്യാവശ്യം നല്ല വിഷ്വൽസ് കിട്ടുമല്ലോ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഇതാ ഞാൻ ആൾക്ക് കൊടുത്തിട്ടുണ്ടെന്നത് എടുക്കാൻ വേണ്ടി ഒരു കൊക്കിനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് മീൻ പിടിക്കുക തോന്നുന്നുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതാ ഞങ്ങൾ വാഴാച്ചാലെത്തി. ഈ ഭാഗത്ത് ഇരുന്നിട്ട് അവിടെ ഒരു ഇരിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ണിക്ക് ഫീഡല്ല ഫുഡ് എടുക്കാതെ വിചാരിച്ചിട്ട് ഫുഡൊക്കെ പുറത്തേക്ക് എടുത്ത സമയത്തുണ്ട് ഒരു കുരങ്ങൻ വന്നിരിക്കണം അവിടെ. അപ്പോൾ പതുക്കെ ഉള്ളിലേക്ക് തന്നെ വെച്ച്, കാരണം ഉറങ്ങുകയാണ്. അപ്പോൾ ഉറങ്ങിക്കോട്ടെ വിചാരിച്ചു. പിന്നെ ഏട്ടൻ അവനെടുത്ത് നടക്കൽ തുടങ്ങി. ഉറങ്ങുകയാണല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ എണീക്കും. ആളെ കൈമാറി എടുക്കണാണ്ട് അപ്പം തന്നെ എണീക്കും. ഇത് നല്ല രസമില്ല, ഈ മുളയുമ്പോൾ കൂടെ അങ്ങനെ നടക്കുന്നത്. പക്ഷേക്ക് പേടിയുണ്ടായിരുന്നു അങ്ങനെ വഴുക്കുമോ എന്നുള്ളതിട്ടാ. കുഴപ്പമൊന്നുമില്ല. പിന്നെ പണ്ട് കുറേ നേരമായി പറയുന്നു. പണ്ട് വന്ന സമയത്ത് ഇവിടെ ഒക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെള്ളമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നടന്നു. പിന്നെ ഇങ്ങനെ ഈ വേലി കെട്ടിയിട്ടുണ്ടല്ലോ, ആ ഭാഗത്തു കൂടെ ഇങ്ങനെ നടന്ന് പോയതാ. അപ്പോൾ ഇതിന് ആൾ എണീറ്റ്. ആ ബെഞ്ചിമേലൊന്ന് കിടത്താൻ വിചാരിച്ചതായിരുന്നു. കുറച്ച് നേരം നീണ്ടു ദൂരത്തും കിടന്നോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിന് എണീറ്റും. പിന്നെ അത് അച്ഛനും മോനെന്താ അവിടെ തുള്ളി പോകുന്നുണ്ട്. അത് ഞാനിന്ന് കുറച്ച് നേരം അങ്ങനെ നടന്നു. ആ ഭാഗത്തൊക്കെയുള്ള കുറേ ഉണ്ടല്ലോ വാഴച്ചാൽ വെള്ളച്ചാട്ടമല്ല വാഴച്ചാൽ ഇങ്ങനെ കുറേ ഉണ്ടല്ലോ കാണാൻ. അപ്പം ആ വേലി കെട്ടിയ ഭാഗത്തോട്ടൊക്കെ നടന്നു. ഇതിൻ്റെ സൈഡിലൊക്കെ വീടുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നു അവിടെയൊക്കെ എങ്ങനെ വീടുകൾ, ഈ മഴവെള്ളം പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഈ മഴവെള്ളമൊക്കെ വരുന്ന സമയത്ത് ഇവിടേക്കൊക്കെ വെള്ളം കയറുമോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുള്ളി കുരങ്ങന്മാരായ കാരണം തന്നെ ഇവർ ഫുഡൊക്കെ എടുത്ത് വെക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ, അവരിങ്ങനെ പറ്റില്ല കഴിക്കാനെന്നൊക്കെ ഞാൻ ചോദിച്ചാൽ നടക്കിയിരുന്നു ഞങ്ങൾ. ആ മരമൊക്കെ കണ്ടു, അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫ്ലഡിൽ ഒഴുകി വന്നാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് ആൾ നല്ല ഉഷാറായി. ഈ ഉഷാറെന്ന് പറഞ്ഞാൽ നേരത്തെ ഫീഡ് ചെയ്തതിൻ്റെ കുറച്ച് നേരം കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാൻ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി. തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. തിരിച്ച വാഴച്ചാലിന് പിന്നെ തിരിച്ചു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയപ്പോൾ ഞങ്ങളൊരു ബിരിയാണിയും പറഞ്ഞു. ഏട്ടൻ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ഉണ്ണിക്ക് ഫുഡ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് ഉണ്ണീനെ പിടിക്കാമല്ലോ. ഉണ്ണിക്ക് തന്നെ അവിടുന്ന് കുറച്ച് ചോറും തൈരും കൂട്ടി കുഴച്ച് കൊടുത്തു. അവന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിച്ചു. പിന്നെ ഞങ്ങളവിടെ ബൈ പറഞ്ഞിട്ട് പോന്നു. പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ കൊണ്ട് പോന്നു. ഇടമുട്ടെത്തി. തിരിച്ച് ഇടമുട്ടെത്തുമ്പോൾ ഒരു കുഞ്ഞ് പാർക്ക് പോലത്തെ, എന്താണെന്ന് അറിയത്തില്ല, ഒരു പാർക്ക് പോലത്തെ സാധനം കണ്ടു. അപ്പോൾ അവന് പിന്നെയും നല്ല വിശപ്പ് തുടങ്ങിയപ്പോൾ കരച്ചിൽ തുടങ്ങി. നല്ല സന്ധ്യ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അവന് ഡ്രാഗൺ ഫ്രൂട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതവിടെ ഇരുന്നിട്ട് കൊടുത്തു. പിന്നെ ഇവൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇവന് വേഗം ഫുഡ് കഴിക്കണം. അതായത് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം ഇറക്കിയിട്ട് കഴിക്കണമെന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കത്തില്ല. അവന് വേഗം കഴിച്ചുകൊണ്ടിരിക്കണം. അതൊരു കണക്ക് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടില്ല, കാരണം നമ്മളെ സമയം ലാഭമാണ്. പക്ഷെ അതല്ല എനിക്ക് പേടിയെന്ന് പറഞ്ഞാൽ തൊണ്ടയിലിരിക്കും എന്നുള്ള പേടിയാണ്. പക്ഷെ അവനെ വേഗം കഴിക്കണം. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. ഞാൻ നല്ല ടയേർഡായിരുന്നു. പിന്നെയുള്ള ക്ലിപ്സ് ഒന്നും എടുത്തില്ല. വീട്ടിലെത്തി ഇതാപ്പം നല്ല ഉഷാറ്. വീട് കണ്ട സന്തോഷം തോന്നുന്നു. ഭയങ്കര കളിയും ചിരിയായിരുന്നു. അതാണ് കേൾക്കുന്നത്. അപ്പോൾ അത്രയ്ക്കൊക്കെ ഉള്ളൂ. ഒരു കുട്ടി വ്ളോഗായിരുന്നു. ഞങ്ങൾ അടിപൊളിയായിട്ട് പോയി വന്ന്. ഞാൻ വിചാരിച്ചു ഉണ്ണിയും തീരെ കോപ്പറേറ്റ് ചെയ്യില്ലാന്ന്. പക്ഷെ ആൾ നല്ല ഉഷാറായിട്ട് നിന്നു. എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. അങ്ങനെ മേലും കൈയൊക്കെ വേദനിക്കും ഇങ്ങനെ എടുത്തിരിക്കില്ലേ എന്നുള്ളതൊക്കെ. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വീട്ടിലെത്തി. അവൻ നല്ല ഉഷാറാണ്. ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അവനെ കൊണ്ട്. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.